എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷ എന്നു മുതൽ ആരംഭിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം മോസ്റ്റായിട്ട് പറയാനുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എന്നു മുതൽ ആരംഭിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഫൈൻ ഇല്ലാതെയുള്ള രജിസ്ട്രേഷൻ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷനും ഓൾറെഡി ക്ലോസ്ഡ് ആണ്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് സൂപ്പർ ഫൈനോട് കൂടി ഇന്ന് വൈകുന്നേരം 5 മണി വരെ രജിസ്റ്റർ ചെയ്യാം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ മാസം 21-ാം തീയതി. ഇന്ന് വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് സൂപ്പർ ഫൈനോട് കൂടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പരീക്ഷ ഇതാണ് വിദ്യാർത്ഥികൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടത്. ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക ഈ വീഡിയോ. ഒരു കാര്യം വിദ്യാർത്ഥിനികൾ മറക്കാതിരിക്കുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള ഫൈൻ ഇല്ലാതെയുള്ള രജിസ്ട്രേഷൻ ഡേറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞു. ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ ഡേറ്റും ഓൾറെഡി എക്സ്പയർ ആയതാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സൂപ്പർ ഫൈനോട് കൂടി രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ പരീക്ഷ എന്ന് മുതൽ ആരംഭിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം തന്നെയാണ്. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ ജൂണിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ഈ വരുന്ന ഏപ്രിൽ മാസം 28-ാം തീയതി മുതൽ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കും. മെയ് 12-ാം തീയതി മുതൽ FIUGP 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പും ആരംഭിക്കും. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ മെയ് മാസം വാല്യുവേഷൻ്റെ തിരക്കിലായിരിക്കും. മെയ് മാസം മുഴുവൻ വാല്യുവേഷന് പോകില്ല. ഒരു മാക്സിമം പോയാൽ 10 ദിവസമൊക്കെ വാല്യുവേഷൻ പോകുള്ളൂ. വാല്യുവേഷൻ മാത്രമല്ല, ഇപ്പോൾ 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങി PG പോലുള്ള അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ പോകണം. PG BEd പിന്നെ ജോലിക്ക് മറ്റാവശ്യങ്ങൾക്കൊക്കെ പോകണം. അതുകൊണ്ട് തന്നെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ വൈകിച്ചുകൊണ്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ ഏപ്രിൽ മാസം 28-ാം തീയതി വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനകം വാല്യുവേഷൻ ക്യാമ്പ് പൂർത്തീകരിച്ച് ഒരു മെയ് പകുതിയോടെ കൂടി തന്നെ 6ാം സെമസ്റ്റർ റിസൾട്ട് പ്രസിദ്ധീകരിക്കണം. അതുപോലെ തന്നെ മെയ് മാസം 12-ാം തീയതി FIUGP 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു മെയ് 30-ാം തീയതിക്കുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യും. കാരണം FIUGP വന്നേ പിന്നെ യൂണിവേഴ്സിറ്റി അക്കാദമിക് കലണ്ടർ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എന്ന് ആരംഭിക്കുമെന്നുള്ള ചോദ്യത്തിന് ഒരു 90-95% ജൂണിലാണ്. എക്സ്പെക്ട് ഡേറ്റ് പറഞ്ഞാൽ ജൂണിൽ തന്നെ ആയിരിക്കും ഒരു 90-95% ആരംഭിക്കുക. കാരണം മെയ് മാസം 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും FIUGP 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും വാല്യുവേഷൻ, അത് കഴിഞ്ഞ് മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്, റിസൾട്ട് എന്നിങ്ങനെയുമായി ബന്ധപ്പെട്ട തിരക്കിലായിരിക്കും. അധ്യാപകരും തിരക്കിലായിരിക്കും, യൂണിവേഴ്സിറ്റിയും തിരക്കിലായിരിക്കും. അപ്പോൾ ഈ പരീക്ഷ 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ ജൂണിലേക്ക് നീണ്ടുപോകാനാണ് സാധ്യത. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ ജൂണിലേക്ക് പോകാനാണ് സാധ്യത. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.